നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധശ്രമം ഉണ്ടായി. ഒക്ടോബറിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ചില ഏജൻസികൾ ശ്രമിച്ചിരുന്നു. ലോകത്താകമാനമുള്ള ചില മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു വാർത്തയായിരുന്നു. ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയമോ ആഭ്യന്തര മന്ത്രാലയമോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഒന്നും നൽകിയില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ചില മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചു. അതിന് പുടിൻ ചിരിക്കുക മാത്രമായിരുന്നു. ഒരു മറുപടിയും അദ്ദേഹം പറഞ്ഞില്ല. പിന്നാലെ അടുത്ത ചോദ്യം ഉയർന്നു. അത്തരമൊരു ശ്രമം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഷാങ്ഹായ് ഉച്ചകോടിയിൽ അങ്ങും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ അങ്ങയുടെ ലാമോസിൻ ഓറിസ് സെനറ്റ് കാറിൽ എന്താണ് 45 മിനിറ്റോളം സംസാരിച്ചത്? അതിന് പുടിൻ പറഞ്ഞ മറുപടി, ഞങ്ങൾ ചില സ്വകാര്യ സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. ചില സ്വകാര്യ കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത്, മറ്റൊന്നുമില്ല. നരേന്ദ്രമോദി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. നിങ്ങൾക്ക് മോദിയോട് ഇത്ര ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇത് ചോദിക്കുന്നത്. മോദി ഒരു നല്ല നേതാവാണ്. എന്താണ് ഈ പുഞ്ചിരിയിലൂടെ വ്ളാഡിമിർ പുടിൻ ഉദ്ദേശിച്ചത്? ഷാങ്ഹായ് ഉച്ചകോടിക്കിടയിൽ നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന വാർത്തയാണ് അന്ന് വന്നത്. അതിനുവേണ്ടി ചില അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥന്മാർ ധാക്കയിൽ തമ്പടിച്ചിരുന്നു. CIA നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ CIA ഏജന്റുമാരാണ് ഈ തമ്പടിച്ച ഉദ്യോഗസ്ഥർ എന്നതായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്തകൾ. ഇന്ത്യ റഷ്യ ബന്ധം മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ താരിഫ് വെല്ലുവിളിയെ ഇന്ത്യ തിരിച്ചു വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുക, അത് അമേരിക്കൻ ചാരസംഘടനയുടെ, രഹസ്യാന്വേഷണ സംഘടനയുടെ ഒരു ലക്ഷ്യമായിരുന്നു എന്നായിരുന്നു അന്ന് വന്ന വാർത്തകളുടെ ഉള്ളടക്കം. മോദിയെ വധിക്കാനുള്ള ഈ നീക്കം ആദ്യമായി തിരിച്ചറിഞ്ഞത് റഷ്യയുടെ ചാരസംഘടനയാണ്. ആ റഷ്യയുടെ ചാരസംഘടന ഇക്കാര്യം ചൈനീസ് അധികൃതരെ അറിയിക്കുന്നു. കാരണം ചൈനയിൽ വെച്ചാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ മോദിക്ക് ചൈനയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യ ചൈന ബന്ധം വഷളാകും. പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചൈന അത് വളരെ ഗൗരവമായി എടുത്തു. ചൈനീസ് ചാരന്മാരും റഷ്യൻ ചാരന്മാരും ചേർന്ന് സംയുക്തമായി ചില ഓപ്പറേഷൻ നടത്തി. ഒടുവിൽ ധാക്കയിലെ ഒരു ഹോട്ടലിൽ, ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു. ധാക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ 2 or 3 അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ, വളരെ സീനിയർ ആയിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അതായിരുന്നു ആ സംഭവം. പിന്നീട് ഷാങ്ഹായ് ഉച്ചകോടിക്ക് ഇടയിൽ മോദിയെ കാത്ത് 10 മിനിറ്റോളമാണ് വേദിക്ക് പുറത്ത് ഈ കാറിൽ, ഓറിസ് സെനറ്റ് കാറിൽ വ്ളാഡിമിർ പുടിൻ കാത്തിരുന്നത്. ആ കാറിലേക്ക് മോദി എത്തുന്നു. 30 മിനിറ്റിലധികം നേരം ഇരുവരും സ്വകാര്യമായി സംസാരിക്കുന്നു. ലോകത്താർക്കും അറിയാത്ത, നരേന്ദ്രമോദിക്കും വ്ളാഡിമിർ പുടിന് മാത്രം അറിയാവുന്ന ആ രഹസ്യം ഇന്നും മറ്റാർക്കും അറിയില്ല. പക്ഷേ മോദിയെ വധിക്കാനുള്ള ശ്രമം നടന്നിരുന്നോ, താങ്കൾ അത് നരേന്ദ്രമോദിയോട് പങ്കുവച്ചിരുന്നോ എന്ന മാധ്യമത്തിന്റെ ചോദ്യത്തിന് ഒരു പുഞ്ചിരി മാത്രമായിരുന്നു വ്ളാഡിമിർ പുടിന്റെ മറുപടി. ആ ഒരു പുഞ്ചിരിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്.